ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് രാജുവിൻ്റെ വീടാണ്. അങ്ങനെ തനിക്ക് ബൈക്ക് കിട്ടാനിടയായ സാഹചര്യങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ തുറന്നു പറയുകയാണ് ഋതിക. അതേസമയം കൊച്ചമണിയും രമ്യയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. എന്താ ഇവിടെ പ്രശ്നമെന്ന് കൊച്ചമണി ചോദിക്കുമ്പോൾ പ്രിയ പറയുകയാണ്, അത് ഒരു അത്യാവശ്യം വന്നപ്പോൾ ജയേട്ടൻ രാജുവിൻ്റെ വണ്ടി എടുത്തുകൊണ്ടൊന്ന് പോയിരുന്നു. അതിനെന്താ, നല്ല കാര്യമല്ലേ എന്ന് കൊച്ചമണി പറയുമ്പോൾ അത് പിന്നെ എനിക്ക് ഒരു ചെറിയ ആവശ്യം വന്നപ്പോൾ ആ വണ്ടി ഒന്ന് വിൽക്കേണ്ടി വന്നെന്നും ജയൻ പറയുന്നു. അതും സ്വാഭാവികം തന്നെയാണ്. പക്ഷേ വണ്ടി ഇപ്പോൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് കൊച്ചമ്മണി ചോദിക്കുമ്പോൾ അത് ഋതിക കൊണ്ടുവന്നതാണെന്ന് ജയനും വേണു പറയുകയാണ്. തുടർന്ന് ഋതികയെ വിളിച്ചുകൊണ്ട് രാജുവും വേണുവും രാധമ്മയും കൂടി അകത്തേക്ക് പോകുമ്പോൾ ദേഷ്യത്തോടെ രമ്യ തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. തുടർന്ന് രമ്യയുടെ പിന്നാലെ പോവുകയാണ് കൊച്ചമ്മണിയും ജയനും പ്രിയയും കൂടി. ഏത് വിധേനയും എനിക്ക് രാജുവിനെ കല്യാണം കഴിക്കണമെന്ന് രമ്യ പറയുമ്പോൾ അമ്മ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ലെന്ന് ജയൻ പറയുന്നു. എന്താണെങ്കിലും നിന്റെയും അവൻ്റെയും വിവാഹം നടത്തിയിട്ടേ ഞാനിനി ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന് കൊച്ചമണി തീർത്ത് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് വർമ്മയുടെ വീടാണ്. ഋതികയും വർമ്മയും തമ്മിലുള്ള പിണക്കം എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ് യാമിനിയും ശേഖരനും. അതേസമയം ഇതിനെല്ലാം കേൾവിക്കാരായി നിൽക്കുകയാണ് അംബികയും ദീപക്കും. ഏട്ടാ, നിങ്ങൾ തമ്മിലുള്ള പിണക്കം ഞങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് ശേഖരൻ പറയുമ്പോൾ ഞാനും ഇങ്ങനെയൊന്നും നടക്കണമെന്ന് ആഗ്രഹിച്ചതല്ലെന്നും പക്ഷേ അവളുടെ പെരുമാറ്റവും ചേച്ചിയോടുള്ള പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോൾ അതൊക്കെ ശരിയല്ലെന്ന് എനിക്ക് തോന്നി. എനിക്ക് ശരിയല്ലെന്ന് തോന്നുന്ന ഒരു കാര്യങ്ങളും ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. തുടർന്ന് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ദീപക് അംബികയോട് ചോദിക്കുകയാണ്, അല്ലമ്മേ, ഇവർ വിചാരിച്ചിട്ടും ഈ പിണക്കം തീരുന്നില്ലല്ലോ. ഇനി ആര് വിചാരിച്ചാലാ ഈ പിണക്കമൊന്ന് തീരുന്നത്? എടാ മോനെ, നിനക്കതറിയില്ലേ? ഈ അംബിക തന്നെ വിചാരിക്കണം ഇനി അവരുടെ പിണക്കം മാറണമെങ്കിൽ. എടാ മോനെ, കുഞ്ഞുനാൾ മുതൽ പ്രതാപനെ ഈ ഉള്ളംകൈയിൽ വെച്ചുകൊണ്ടാ ഞാൻ നടന്നത്. അതെനിക്ക് ഭാവിയെക്കുറിച്ച് നല്ല ബോധ്യമുള്ളതുകൊണ്ട് തന്നെയായിരുന്നു. അന്ന് ഞാൻ അവന് കൊടുത്ത കെയറും സ്നേഹവും എല്ലാം അവനിപ്പോൾ എനിക്ക് തിരിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് ഞാൻ കൊടുത്തതെല്ലാം വെറും ഷോ മാത്രമായിരുന്നെങ്കിൽ ഇങ്ങോട്ട് കിട്ടുന്നത് ആത്മാർത്ഥമായി തന്നെയാണ്. ഇതിലിപ്പോൾ ഞാൻ എന്താണെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യാതെ തന്നെ ഡോസിന്റെ പവർ എത്രയാണെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പൊളിയല്ലേ എന്ന് ദീപക്കും പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാങ്ക് മാനേജർ വർമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ കാര്യമെന്ന് വർമ്മ ചോദിക്കുമ്പോൾ പണ്ട് സാറ് ഋതിക മേഡത്തിന്റെ പേരിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നെന്നും ഇപ്പോൾ മേഡത്തിന് മെച്യൂരിറ്റി ആയതുകൊണ്ട് തന്നെ അത് വേണമെങ്കിൽ മേഡത്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റാനായിട്ട് മേഡത്തിന്റെ സൈനിന് വേണ്ടിയാണ് ഞാൻ വന്നതെന്നും മാനേജർ പറയുന്നു. അതിന് മോളിപ്പോ ഇവിടെ ഇല്ലല്ലോ എന്ന് വർമ്മ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അംബികയും ദീപക്കും. അതേസമയം ഋതിക അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. കാര്യങ്ങളെല്ലാം യാമിനി പറയുമ്പോൾ ഋതിക പറയുക, സാർ, എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണെങ്കിലും എനിക്ക് പണത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് അങ്ങനെ തന്നെ 4-5 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം എന്നാണ് ഞാൻ കരുതുന്നത്. അതാകുമ്പോൾ അത്രയും ഇൻട്രസ്റ്റ് കൂടി ലഭിക്കുമല്ലോ എന്നൊക്കെ ഋതിക പറയുമ്പോൾ മാനേജർ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഫോം ഋതികയ്ക്ക് നൽകുകയാണ്. ഇത് കേൾക്കുന്ന അംബികയ്ക്കും ദീപക്കിനും സന്തോഷമാകുന്നു. അങ്ങനെ ബാങ്ക് മാനേജർ സൈൻ വാങ്ങി അവിടെ നിന്ന് പോകുമ്പോൾ ഋതിക പറയുകയാണ്, സാറിനോട് സ്നേഹമില്ലെങ്കിലും പണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അതിന് ഞാൻ എന്താണെങ്കിലും നന്ദി പറയുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് ഋതിക മുറിയിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ദീപക് എവിടേക്കോ പോകാനായി ഇറങ്ങുന്നതാണ്. വൈകിട്ട് 4 കാലിൽ കയറി വന്നാലേ നിന്റെ മുട്ടുകാല് തല്ലിയൊടിച്ച് ഞാൻ ഇവിടെ ഇടുമെന്ന് അംബിക ദേഷ്യത്തോടെ പറയുന്നു. അല്ലെങ്കിൽ തന്നെയും പ്രതാപനും ശേഖരനും കൂടി ഒരു യാത്ര പോകുന്ന സമയമാണെന്നും അംബിക പറയുമ്പോഴേക്കും പ്രതാപനും ശേഖരനും പെട്ടിയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ അവരവിടെ ഇറങ്ങുന്ന അതേ സമയം തന്നെ മുറിയിലേക്ക് പോകുന്ന അംബിക തന്റെ അലമാരിക്കുള്ളിൽ നിന്നും ഒരു തോക്കെടുത്ത് കാറിൽ കയറി പോകുന്നതാണ് കാണിക്കുന്നത്. അതേസമയം ഇതെല്ലാം കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ഋതിക. എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനോടെ നിൽക്കുന്ന ഋതികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.